ഹലോ, നമുക്കപ്പോൾ ഇന്നൊരു അയിലക്കറി വെച്ചാലോ? അപ്പോൾ അതിനാദ്യം വേണ്ടത് എണ്ണയാണ് കേട്ടോ. നമ്മൾ എണ്ണ ചൂടാക്കുക പാനിൽ. അതിനുശേഷം എണ്ണ നന്നായി ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഇത് നല്ല രീതിക്ക് നല്ല ബ്രൗൺ കളറിലാവണം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ അത് ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തരുന്ന ഘടകം. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി ഇട്ടിട്ട് പിന്നെയും നന്നായിട്ട് വഴറ്റുക. തക്കാളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മളതിൽ പച്ചമുളകും വേപ്പിലയും ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ചൂടാക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള മസാല, മുളക് ഐറ്റംസൊക്കെ ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും ഇട്ട് നന്നായി ഒന്നും കൂടി ചൂടാക്കിയെടുക്കുക. അപ്പം നല്ല ബ്രൗണിഷ് കളർ, ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എന്താ പറയുക, നന്നായി ഒന്ന് കുറുകി വരും. നല്ല രീതിക്ക് ഇതിലത്തെ മസാലയും ഇതൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ട് ഒത്തിരി ഉള്ളൂ. ടാറ്റാ.